ഉറ്റവരുടെയും ഉടയവരുടെയും നാട്ടുകാരുടെയും കാത്തിരിപ്പിന് ഒരു പ്രതീക്ഷയും നൽകാതെ ഇന്നത്തെ ദിവസവും അവസാനിച്ചിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിന് ജിയോളജിക്കൽ വകുപ്പിന്റെ സമ്മതം കിട്ടാത്തത് കാരണം അവശേഷിക്കുന്ന മൺകൂനകൾ ഒഴിവാക്കി തിരയുവാനുള്ള ചില സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഇടിഞ്ഞു വീണ 80% കൂടുതൽ മണ്ണ് അവിടെ നിന്ന് മാറ്റി നോക്കിയിട്ടും അർജുൻ്റെയോ ആ ലോറിയുടെയോ ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല. നമുക്കവിടെയുള്ള ആകാശ കാഴ്ചകളെല്ലാം ഇന്ന് വ്യക്തമായിട്ട് കണ്ടത് കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംശയിക്കുവാനുള്ള വകയുണ്ട്. രക്ഷാപ്രവർത്തനത്തിനും രക്ഷാപ്രവർത്തകരെയും നമ്മൾ ഒരുപാട് കുറ്റം പറഞ്ഞപ്പോഴും നമ്മൾ ജീവനോട് കൂടെയുള്ള അർജുനനെ ആവശ്യപ്പെടുമ്പോൾ കർണാടക സർക്കാരും രക്ഷാപ്രവർത്തകരും അർജുനന്റെ ഡെഡ് ബോഡിക്ക് വേണ്ടിയായിരുന്നു അവിടെ തിരഞ്ഞിരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ഇന്നത്തെ ആകാശ കാഴ്ചകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്രയും ഭയാനകരമായ ഒരു അപകടമാണ് അവിടെ സംഭവിച്ചത്. എത്രയോ ടൺ കണക്കിന് മണ്ണ് എത്രയോ പ്രഷറിൽ ഒറ്റയടിക്ക് പൊട്ടി തകർത്ത് തരിപ്പണമായി സംഹാര താണ്ഡവമാടിക്കൊണ്ട് ആ പുഴയിലേക്ക് ചെന്ന് ചാടുമ്പോൾ ഒരു പക്ഷേ ഇതിനിടയ്ക്കുള്ള എല്ലാം കൂടെ ചേർത്ത് കൊണ്ട് പോയി കാണും എന്നുള്ള സംശയത്തിലാണ്. എന്നാൽ ടാങ്കർ ലോറിയുടെ ക്യാപ്സ്യൂൾ കുറെ കിലോമീറ്റർ താഴ്ചയിൽ വന്ന് കിട്ടിയെന്ന് പറയുന്നു. പക്ഷെ ക്യാപ്സ്യൂൾ പോലെ ഈ ട്രക്ക് മൂവ് ആവുകയില്ല. ക്യാപ്സ്യൂളിനകത്ത് പ്രത്യേകിച്ചും ചെറിയൊരു അനുപാതത്തിൽ ഹെയർ കാണും. അതുകൊണ്ട് തന്നെ ജലത്തിൽ അത് ഒഴുകിപ്പോകുവാനുള്ള ഒരു ത്വര കാണും. അതുകൊണ്ട് തന്നെ ഒഴുക്കിന് അനുസൃതമായോ അല്ലെങ്കിൽ മറ്റ് ശക്തികളെ കൊണ്ടോ അത് കീഴേക്ക് ഒഴുകി പോകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഈ ട്രക്ക് അങ്ങനെ ഒഴുകുവാനുള്ള ചാൻസ് വളരെ വിരളമാണ്. കൂടുതൽ വെയിറ്റുള്ള ട്രക്കും അതിനോട് കൂടെ എത്രയോ കിൻഡൽ കണക്കിനുള്ള എത്രയോ ടൺ കണക്കിനുള്ള കട്ടീസ് മരങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ആ ചെടിയുടെ കൂടെ പുഴയുടെ അഗാധത്തിലേക്ക് താഴ്ന്നു പോയിട്ടുണ്ടാകാം എന്നുള്ള അഭിപ്രായമാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാമെങ്കിലും വസ്തുതകൾ ഉൾക്കൊണ്ടേ മതിയാവൂ. അവശേഷിക്കുന്ന ആ മൺകൂനയ്ക്കുള്ളിൽ ജീവന്റെ തുടിപ്പോടുകൂടെ അർജുൻ നാളെ നമുക്ക് കയ്യിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷയോട് കൂടെയാണ് ഞാൻ ഇന്ന് ഈ രാത്രി വീഡിയോ ചെയ്യുന്നത്. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഭൂമിയിൽ അപകടങ്ങളിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പലരുടെയും പ്രാർത്ഥന കൊണ്ട് ഒരുപക്ഷെ ഈ അത്ഭുതം ഇവിടെയും സംഭവിക്കാം. സാധാരണഗതിയിൽ അദ്ദേഹത്തിന്റെ ജീവൻ നിലനിൽക്കുവാനുള്ള സാഹചര്യം വളരെ കുറവാണ്. സാധാരണഗതിയിൽ ട്രക്കിനുള്ളിൽ സുരക്ഷിതമായി അദ്ദേഹം ഉണ്ടെങ്കിൽ തന്നെ 3 4 മാക്സിമം 5 ദിവസത്തിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം അത്ഭുതങ്ങളിൽ അത്ഭുതം സംഭവിച്ചിട്ട് ആ സഹോദരൻ നമ്മുടെ ഇടയിലേക്ക് ജീവനോട് കൂടെ തന്നെ വരട്ടെ. ഓരോ ദുരന്തവും ജീവിച്ചിരിക്കുന്നവർക്കുള്ള പാഠങ്ങളാണ്. ഒന്നും ഉൾക്കൊള്ളാതെ ജീവിക്കുന്ന ഈ മനുഷ്യർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇത്തരത്തിലുള്ള മലയോര പാതകൾ ഒരുപാട് വെട്ടിത്തെളിയിച്ച് കേരളത്തിൽ ഒരുപാട് മലയോര പാതകളുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രത്തോളം സേഫ്റ്റി ഇല്ലാതെ ഇങ്ങനെ കൊത്തിപ്പൊളിച്ച് റോഡുകൾ വെട്ടുന്നത് എന്ന് ചിന്തിച്ചാൽ നമുക്ക് ഒരു എത്തും പിടിയും കിട്ടില്ല. ഭൂമിക്ക് അതിൻ്റെതായ ഒരു ഘടനയുണ്ട്. കുന്നുകളും മലകളും പുഴകളും അരുവികളും കടലുകളും എല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു സന്തുലനാവസ്ഥ. ഇതിലേക്ക് മനുഷ്യൻ കൈകടത്തിക്കൊണ്ട് പലതും വെട്ടിപ്പൊളിച്ച് നശിപ്പിക്കുമ്പോൾ പ്രകൃതി അതിന്റെ രൗദ്രഭാവം പല സമയത്തും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ മല കണ്ടാൽ തന്നെ അറിയാം, പുട്ടുപൊടി പോലെ നിൽക്കുന്ന മല, ഒരു ഉറപ്പുമില്ലാത്ത മണ്ണ് എത്രയോ താഴ്ചയിൽ വെട്ടിത്താഴ്ത്തിക്കൊണ്ട് അതിന്റെ പുഴയോരത്ത് കൂടെ ഒരു റോഡ് വെട്ടുന്നു. എല്ലാ മലകൾക്കും മുകളിൽ പെയ്യുന്ന വെള്ളത്തിന് അവിടെ ഭൂമിയിൽ ഇറങ്ങി അത് താഴ്വാരങ്ങളിലേക്ക് ഒഴുകി വരുന്ന ഭൂമിക്കടിയിലൂടെയുള്ള ഒരു റൂട്ടുണ്ട്. കുറെ ദൂരം വന്നു കഴിഞ്ഞാൽ ആ ചില റൂട്ടുകൾ, ആ ഒഴുകി വരുന്ന വെള്ളങ്ങൾ ചില ഭാഗത്ത് റൂട്ട് കട്ടായിക്കൊണ്ട് അരുവികളായിട്ട് ചാടി ഒഴുകി പോകുന്നത് കാണാം. എന്നാൽ അതിന്റെ താഴെ കൂടെ വളരെ ശക്തിയായിക്കൊണ്ട് ആ വെള്ളം ഒഴുകി താഴ്ന്ന ഭാഗങ്ങളിലേക്കും പുഴകളിലേക്കും കിണറുകളിലേക്കും അത് ഒഴുകി പോകുന്നുണ്ട്. അതതിന്റെ റൂട്ടാണ്. ഈ റൂട്ടിലാണ് നമ്മൾ കുത്തനെ മണ്ണ് കട്ട് ചെയ്തതിന് ശേഷം അവിടെ റോഡ് വെട്ടുന്നത്. ഭാഗ്യം കൊണ്ട് വർഷങ്ങളോളം അപകടം ഇല്ലാതിരുന്നാലും അളവിൽ കൂടുതൽ മഴ പെയ്യുന്ന സമയത്ത് ഈ വെള്ളം ഒറ്റയടിക്ക് ഇറങ്ങി ആ വെള്ളത്തിന്റെ ശക്തി താങ്ങാൻ കഴിയാതെ അടർന്ന് ഒളിഞ്ഞു വീഴുന്നത് നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. എന്നാൽ വികസനം വേണം. ഈ വികസനത്തിന്റെ പേരിൽ സേഫ്റ്റി ഇല്ലാതെ ഇത്തരത്തിൽ കുത്തിപ്പൊളിച്ചുകൊണ്ട് റോഡ് ഉണ്ടാക്കുകയല്ല വേണ്ടത്. എത്രത്തോളം വെട്ടിത്താഴ്ത്തുന്നോ അതിന് അനുപാതമായി 3 മീറ്റർ കുറയാത്ത രൂപത്തിൽ 4 മീറ്ററോ 4 5 മീറ്റർ അകലത്തിൽ വെച്ച് ഫയലിംഗ് ചെയ്ത് കോളങ്ങൾ വാർക്കണം. ഭൂമിയുടെ ലെവലിൽ നിന്നും 1/2 മീറ്റർ താഴ്ചയിൽ ഈ കോളങ്ങൾ തമ്മിൽ ബെൽറ്റ് കൊണ്ട് കണക്ട് ചെയ്യണം. ഹൈറ്റിനനുസരിച്ച് സ്റ്റോപ്പ് വലിച്ചു വെച്ചതിന് ശേഷം ഹൈറ്റിനനുസരിച്ചുള്ള അനുപാതത്തിൽ കരിങ്കല്ലുകളെ കൊണ്ട് അതിന് സൈഡ് ചരിച്ച് കെട്ടണം. 2 3 മീറ്റർ ഹൈറ്റ് കഴിഞ്ഞാൽ വീണ്ടും അത് ബെൽറ്റിൽ ബ്ലോക്ക് ചെയ്ത് നമ്മൾ കുത്തിപ്പൊളിച്ച ഭാഗം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഭാഗം അത് ഹൈറ്റിൽ തടുത്തു വെക്കണം. ഇങ്ങനെയുള്ള സമയത്ത് വെള്ളം കുത്തിയൊഴുകി വന്നാലും ആ ഫോഴ്സ് തള്ളിക്കൊടുക്കാതെ അവിടെ വെച്ച് വെള്ളം ആ കരിങ്കല്ലിന്റെ ഉള്ളിലൂടെ ഒഴിഞ്ഞു പോകുമ്പോൾ ഇങ്ങനെ ഇടിഞ്ഞു വീണ് അപകടം വരുന്നത് ഇല്ലാതാക്കാൻ കഴിയാം. ഇതുപോലെ തന്നെ കേരളത്തിൽ അനവധി സ്ഥലങ്ങളിലൂടെ വെട്ടിപ്പൊളിച്ചുകൊണ്ട് ഒരുപാട് റോഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ട് മഴ പെയ്തത് കുറഞ്ഞ അളവിൽ കൂടുതൽ ദിവസങ്ങളാണ് പെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് കൂടിയ അളവിൽ കുറഞ്ഞ ദിവസം ഒറ്റയടിക്ക് കൂടുതൽ വെള്ളം വന്നുകൊണ്ട് മഴ പെയ്യുന്ന രൂപമാണ് കേരളത്തിലുള്ളത്. ഇതുകൊണ്ടാണ് പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതും. മലയോര പാതകൾ വെട്ടിയുണ്ടാക്കിയതെല്ലാം ഈ വെള്ളത്തിന്റെ ഫോഴ്സിൽ തള്ളിപ്പോകുവാനുള്ള ചാൻസ് കൂടുതലാണ്.
എന്തായാലും ഇത്തരത്തിലുള്ള ഭാഗങ്ങളെല്ലാം കോളവും ബെൽറ്റും എല്ലാം ചെയ്തുകൊണ്ട് കരിങ്കല്ല് കൊണ്ട് കെട്ടി സേഫാക്കുന്നത് വളരെ നല്ലതാണ്. എന്നാൽ ചില ഭാഗങ്ങളിൽ കരിങ്കല്ലുണ്ടാകാം. ആ കരിങ്കൽ പിറകോട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം വേണം. അല്ലെങ്കിൽ ചെറിയ പാളിയാണെങ്കിൽ അതടക്കം മറിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കരിങ്കല്ലിനും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇതേ അനുഭവം തന്നെയാണ് ചില സ്ഥലങ്ങളിൽ ചില ആളുകൾ വന്ന് മലയുടെ സൈഡിലെല്ലാം മലയോരങ്ങളിലെല്ലാം പോയി സ്ഥലങ്ങൾ വാങ്ങി അവരുടെ സൗകര്യത്തിനനുസരിച്ച് JCB കൊണ്ടുപോയിക്കൊണ്ട് തട്ടായി ഭൂമിയുള്ളത് നിരത്തി അവരുടെ സൗകര്യം പോലെ ഒരേ ഫ്ലാറ്റ് ആക്കിക്കൊണ്ട് ഒരേ നിരന്ന നിലമാക്കിക്കൊണ്ട് വെട്ടിത്താഴ്ത്തിയ ഭാഗത്തേക്ക് അടുപ്പിച്ചു വെച്ചുകൊണ്ട് വീടുണ്ടാക്കുന്ന ഒരുപാട് വിട്ടിങ്ങളുണ്ട്. എത്രത്തോളം അവൻ താഴ്ത്തിയിറക്കിയോ ആ വെള്ളത്തിന്റെ റൂട്ടാണ് അവൻ കട്ട് ചെയ്ത് വിടുന്നത്. മലയുടെ മുകളിൽ നിന്നും വരുന്ന റൂട്ടിനെ അവന് തടുക്കുവാൻ കഴിയില്ല. അത് ആ വെള്ളം മഴ പെയ്താൽ ആ റൂട്ട് വഴി വന്നുകൊണ്ടേയിരിക്കാം. അതുകൊണ്ട് തന്നെ ഇവൻ വെട്ടിത്താഴ്ത്തിയ ഭാഗത്ത് വരുമ്പോൾ അതിന് മുന്നോട്ടുള്ള പ്രഷർ വരുന്ന സമയത്ത് ഒരു സ്റ്റോപ്പർ ഇല്ലാത്തത് കാരണം പൊളിഞ്ഞവന്റെ വീട്ടിലേക്ക് വരികയും കവളപ്പാറ പോലെ എല്ലാം കൊണ്ടുപോവുകയും ചെയ്യും. വിഡ്ഢിത്തങ്ങൾ ചെയ്ത് പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും പ്രകൃതി അതിന് പകരം വീട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് അറിയാത്ത പാവങ്ങൾ അതിനിരയായി പോകും. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നമുക്കോ മറ്റുള്ളവർക്കോ ഒരു അപകടം വരാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ പ്രിയ സഹോദരൻ അർജുൻ നാളത്തെ റെസ്ക്യൂയോട് കൂടെ ജീവന്റെ ഒരു തുടുപ്പോട് കൂടെയെങ്കിലും അദ്ദേഹത്തെ തിരിച്ചു കിട്ടണം എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ല പ്രകൃതി കലിതുള്ളി പോയപ്പോൾ നമ്മുടെ അർജുനൻ എന്ന സഹോദരനെയും ചേർത്ത് പിടിച്ചു പോയതാണെങ്കിൽ ആ കുടുംബത്തിന് മനസ്സമാധാനം നൽകുവാൻ വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എപ്പോഴും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.